നമുക്കറിയാം ഒരു പക്ഷേ പ്രേംകുമാർ എന്നത് നേരത്തെ ഇടതുമുഖമായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ് എന്നത്. ആ പ്രേംകുമാർ ആണ് ഇന്ന് കോൺഗ്രസിന്റെ മറ്റൊരു വേദിയിലേക്ക് എത്താൻ പോകുന്നത്. അതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥിയായി പ്രേംകുമാർ വന്നേക്കാമെന്ന ചില സൂചനകൾ ഒക്കെ നിൽക്കുന്ന സമയത്തു കൂടിയാണ് ഇടതുവേദിയിലേക്ക് എത്തി UDFിന്റെ വേദിയിലേക്ക്, കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തി അദ്ദേഹം സജീവമാകുന്നത്. ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, ഈ സൂചിപ്പിക്കുന്ന പോലെ ഇടത് സഹയാത്രികരാകട്ടെ, ഇടത് ചിന്താഗതിയുള്ളവരാകട്ടെ, ഒപ്പം സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലകളിൽ ഒക്കെ ഉള്ളവർ കോൺഗ്രസിലേക്ക് വരുന്നു എന്നത് കോൺഗ്രസിന് ഗുണകരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് പ്രേംകുമാറിന്റെ സ്ഥാനാർത്ഥിത്വ ചർച്ചകൾ പോലും നടക്കുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ എന്താണ് മറ്റു വിവരങ്ങൾ ശ്രീജിത്ത്? അഭിലാഷ്, ഈ വാർത്തകൾ പുറത്തു വന്ന ശേഷം ആദ്യമായി ഒരു വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സംസ്കാര സാഹിതിയുടെ പരിപാടിയാണ്. 12-ാം തീയതി മുതൽ നാഗമ്പടത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവരുടെ പരിപാടികൾ നടക്കുന്നു. അമേച്ചർ നാടക മത്സരം ഉൾപ്പെടെ നടക്കുന്നു. അതിന്റെ സമാപന വേദിയിൽ അതിന്റെ സമ്മാനദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കാണ് പ്രേംകുമാർ എത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഇടതുപക്ഷത്തോടുള്ള LDFിനോടുള്ള തന്റെ വിയോജിപ്പുകൾ പ്രകടമാക്കിയതാണ്. അതേസമയം തന്നെ താൻ സ്ഥാനാർത്ഥിയാകാനില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആദ്യ പ്രതികരണം വന്നത്. പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ അനുനയത്തിന് ശ്രമം നടത്തിയ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തുകയും ചെയ്തിട്ടും മറ്റ് കൂടിക്കാഴ്ചകൾ ഒന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പ്രേംകുമാർ ഈ വേദിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും സംസ്ഥാനത്തൊട്ടാകെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമുണ്ട്. അത് ഇടതുപക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്നവരെ തങ്ങളുടെ വേദിയിൽ എത്തിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെയുള്ളതാണ്. അത് ഇപ്പോൾ പ്രേംകുമാർ സ്ഥാനാർത്ഥിയാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അതിൽ മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. സ്ഥാനാർത്ഥി ആയില്ല എങ്കിൽ പോലും ഇത്തരം വേദികളിലൂടെ തങ്ങളുടെ ഭാഗമാക്കി നിർത്തുക എന്നുള്ളതും UDFിന്റെ ഒരു പരിധി വരെയുള്ള രാഷ്ട്രീയ വിജയമായി അവർ കാണുകയാണ്. കാരണം ഇടതുപക്ഷത്തുള്ളവർ തന്നെ അതൃപ്തി കാണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണത്തിന് UDF ശ്രമിക്കുകയാണ്. തങ്ങളുടെ വിശ്വാസ്യതയും തങ്ങളുടെ അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയും അത് കൂട്ടും എന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു, കൽപ്പറ്റ നാരായണൻ, അങ്ങനെ നിരവധി ആളുകൾ ഇതിനോട് UDF അനുകൂല നിലപാടെടുക്കുമ്പോൾ ഇങ്ങനെ UDFിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംസ്ഥാനത്തൊട്ടാകെ തങ്ങളുടെ വേദികളിലെത്തിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കുക, ഈ തന്ത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നത്, അദ്ദേഹം സമാപന സമ്മേളനം അദ്ദേഹമാണ് സംസ്കാര സാഹിതിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വേദിയിലാണ് പ്രേംകുമാർ എത്തുന്നത്. അദ്ദേഹം ഒരുപക്ഷെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന അവഗണന എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയിരുന്നത്. അതിന്റെ തുടർ പ്രതികരണം ഇനി വേദിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും കാണേണ്ടി വരും. കാരണം പ്രേംകുമാർ വളരെ നിഷ്കളങ്കമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന് നിന്നു കൊടുക്കുകയല്ല. അദ്ദേഹത്തിനും വ്യക്തമായ ഇക്കാര്യത്തിൽ ബോധ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. അങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ മുന്നണിയുടെ ആയുധമായി കൂടി പ്രേംകുമാർ നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഇനിയും ആഴ്ചകളുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പ്രേംകുമാറിനെ എത്തിക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും UDFുമായി കോൺഗ്രസുമായി നേരിട്ട് സഹകരിക്കുകയാണ് പ്രേംകുമാർ. അതിന്റെ തുടക്കമാണ് ഇവിടെ കോട്ടയത്ത് കാണാൻ കഴിയുക. യെസ്, ഒരു സിനിമാ താരം എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയം ഇതിനു മുമ്പ് പലപ്പോഴായി ചർച്ച ചെയ്യുകയും അക്കാര്യം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം സിനിമാ സംഘടനയുടെ സർക്കാരിന്റെ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന പ്രേംകുമാർ അന്ന് കൃത്യമായ ഇടത് ചിന്താഗതിയോടുകൂടി തന്നെ മുന്നോട്ട് പോയ ആൾ ആയിരുന്നു. ഇപ്പോഴിതാ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അദ്ദേഹം എന്തു പറയും, അതായത് ഇടതുപക്ഷത്ത് നിന്ന് നേരിട്ട അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായ ഒരു പരിഗണന ലഭിച്ചില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ വിഷയത്തിലൊക്കെ എന്തൊക്കെയായിരിക്കും പ്രേംകുമാറിൻ്റെ പ്രതികരണം എന്നതുകൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്ന, അതൊരു കോൺഗ്രസിൻ്റെ പരിപാടി എന്നതിനപ്പുറത്ത് കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു ഘടകം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.